അത്യാവശ്യ സന്ദർഭങ്ങളിൽ സ്വർണം പണയം വെച്ച് വായ്പ എടുക്കുന്നത് സാധാരണയാണ്. ഇന്ത്യയിൽ ഗോൾഡ് ലോൺ എന്നത് സാധാരണക്കാരന്റെ അവസാനത്തെ അത്താണിയാണ്. ഇതിനായി ചെറുതും വലുതുമായ നൂറുകണക്കിന് ധനകാര്യ സ്ഥാപനങ്ങളും പ്രവർത്തിക്കുന്നുണ്ട്. ഇപ്പോഴിതാ സ്വർണം പണയം പോലെ വെള്ളി വായ്പയും അനുവദിക്കാൻ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിരിക്കുകയാണ്. അടുത്ത വർഷം ഏപ്രിൽ 1 മുതലാകും വെള്ളി വായ്പ നടപ്പിൽ വരിക. ഇക്കാര്യത്തിൽ കൃത്യമായ ചട്ടക്കൂട് ഒരുക്കിയിരിക്കുകയാണ് RBI. വാണിജ്യ ബാങ്കുകൾ, സഹകരണ ബാങ്കുകൾ, ബാങ്ക് ഇതര ധനകാര്യ സ്ഥാപനങ്ങൾ, ഹൗസിംഗ് ഫിനാൻസ് കമ്പനികൾ എന്നിവയ്ക്കാണ് വെള്ളി പണയം വാങ്ങി വായ്പ കൊടുക്കാൻ അനുമതിയുള്ളത്. പണയമായി വാങ്ങുമ്പോൾ കൃത്യമായ പരിശോധന വേണമെന്ന് RBI നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പരമാവധി 10 കിലോഗ്രാം വെള്ളി വരെ ഈടായി സ്വീകരിക്കാം. വെള്ളി കോയിനുകളാണെങ്കിൽ ഈടായി സ്വീകരിക്കാവുന്നത് പരമാവധി 500 ഗ്രാം ആണ്. 2.5 ലക്ഷം രൂപ വരെ വായ്പ നൽകുകയാണെങ്കിൽ പണയം വെച്ച വെള്ളിയുടെ വിപണി വിലയുടെ 85% വരെ നൽകാം. 5 ലക്ഷം രൂപ വരെയാണെങ്കിൽ വിപണി വിലയുടെ 80% വരെയാകും ഇത്. 5 ലക്ഷത്തിന് മുകളിലാണ് വായ്പയായി നൽകുന്നതെങ്കിൽ 75% തുകയെ നൽകാൻ പാടുള്ളൂ. വെള്ളിയിൽ പതിപ്പിച്ചിരിക്കുന്ന വില കൂടിയ കല്ലുകൾ വായ്പയായി പരിഗണിക്കരുതെന്നും ഉത്തരവിൽ പറയുന്നുണ്ട്. വെള്ളിയിൽ നിക്ഷേപിച്ച ETF-കൾക്ക് വായ്പ ലഭിക്കില്ല. പണയം വെച്ച വെള്ളി വീണ്ടും വെച്ച് വായ്പ എടുക്കാനും സാധിക്കില്ല. വായ്പയുടെ തിരിച്ചടവ് 12 മാസം കൊണ്ടും പൂർത്തിയാക്കണം.